സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞക്കുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി എന്ന ദൈവവചനം പറയുന്നു. കാമാർത്തികൾ, മോഹങ്ങൾ, മദ്യപാനം, വെറിക്കൂത്തുകൾ, അതുപോലെ വിഗ്രഹ ആരാധന, ഇങ്ങനെയെല്ലാം ചെയ്ത് നടന്നത് മതിയാക്കൂ. ഇതാണ് ലോകത്തിൽ മനുഷ്യന്റെ ഇഷ്ടം. ഇതാണ് ലോകത്തിൽ മനുഷ്യന് രസമായിരിക്കുന്നത്. ഇതിലൂടെയാണ് മനുഷ്യൻ സംതൃപ്തി കണ്ടെത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. വെറിക്കൂത്തുകളിലൂടെ എന്ത് കാര്യം വളരെ വേഗത്തിൽ നടക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം. അത് വാഹനത്തിന്റെ കാര്യമാകട്ടെ, തീരുമാനമെടുക്കുന്ന കാര്യമാകട്ടെ, ഒന്ന് നിന്ന് ചിന്തിക്കാതെ തൽക്ഷണം തന്നെ നേടുവാൻ വേണ്ടി, ഒന്ന് നിന്നിട്ട് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ മനുഷ്യർ തന്ത്രപ്പാട്ടെടുക്കുകയാണ്, വെപ്രാളപ്പെടുകയാണ്. വെറിക്കൂത്തുകൾ, അത്യാഗ്രഹങ്ങൾ. മനുഷ്യന് അത്യാഗ്രഹമാണ്. അടുത്തുള്ളവനെ പോലെ ജീവിക്കണമെന്ന ആഗ്രഹം, കൂടുതൽ സമ്പാദിക്കണമെന്ന ആഗ്രഹം, കുറുക്കുവഴിയിലൂടെ സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, കൈക്കൂലി വാങ്ങി സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, മറ്റുള്ളവനെ പറ്റിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന്. ഇത് ലോകത്തിലുള്ളതായ ആഗ്രഹങ്ങളാണ്. മദ്യപാനം. ഈ കാലത്ത് മദ്യപാനം എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ, എത്രമാത്രം നിയമങ്ങൾ കൊണ്ടുവന്നാലും സാധാരണ മനുഷ്യർ ആകട്ടെ, അല്ലെങ്കിൽ ധനവാന്മാരാകട്ടെ, അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ, കുടുംബങ്ങൾ നശിക്കുന്നതിൻ്റെ കാരണമായിരിക്കുന്ന, ശരീരം രോഗം കൊണ്ട് നിറയുന്നതിന് കാരണമായിരിക്കുന്ന, കടബാധ്യതകളിൽ ഒരു കുടുംബം ആകപ്പെടുവാൻ കാരണമായിരിക്കുന്ന മദ്യവർജനം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ആശയാണത്. മനുഷ്യന് ഭക്ഷണമില്ലെങ്കിലും ജീവിക്കാം, എന്നാൽ മദ്യമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. ഇന്ന് മദ്യപാനം മനുഷ്യന്റെ ഹൃദയത്തെ മത്താക്കിയിട്ട്, മനസ്സാക്ഷിയെ മരവിപ്പിച്ചിട്ട് തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ വെറിക്കൂത്തെന്ന് പറയുമ്പോൾ ആട്ടവും പാട്ടും, അതുപോലെ അടിയും ബഹളവും. ആര് സിനിമ പിടിച്ചാലും, ഏത് സിനിമ നാം ഈ കാലത്ത് നോക്കിയാലും അതിൽ കാണുവാനും കേൾക്കാനും കഴിയുന്നത് ഇതുതന്നെയാണ്. തലമുറയായിട്ട് മനുഷ്യർ കാമത്തിനും ക്രോധത്തിനും വികാരത്തിനുമെല്ലാം മനസ്സ് കൊടുത്തിട്ട് അതിൽ ആകർഷണീയനായി പോവുകയാണ്. മണിക്കൂറുകൾ അതിനുവേണ്ടി അവർ വൃഥാവാക്കുന്നു. കെട്ടുകഥയാണ് ഇവയെല്ലാം. അതെല്ലാം വെറും സങ്കല്പങ്ങളാണ്. സാങ്കല്പികമായ കഥാപാത്രങ്ങളുള്ള എത്രയോ സീരിയലുകൾ ഇന്നുണ്ട്. എത്രയോ ആളുകൾ ഈ സീരിയലുകൾക്ക് അടിമകളായി മാറാറുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇത് മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ്. ഒരുപാട് ആളുകൾ അത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം വളർച്ച ഉണ്ടാകുന്നത്, അതിൽ അത്രമാത്രം അത് ചെയ്യുവാൻ അവർക്ക് കഴിയുന്നത്. അതുകൊണ്ട് നീ ഇന്ന് ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നീ മനുഷ്യന്റെ ആശകളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതാണ്. വിഗ്രഹാരാധനയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്നതിന്, അതുപോലെ അന്യജാതിക്കാരെ പോലെ പ്രവർത്തിക്കുന്നതിന് കാലം പോക്കിയത് ഇനിയും മതി മകനെ എന്നാണ് പറയുന്നത്. ഈ മദ്യപാനമൊക്കെ മതിയാക്കൂ മകനെ. ഈ വെറിക്കൂത്തുകൾ മതിയാക്കൂ പ്രിയ പിതാവേ. ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത് എൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ളതായ ഒരു തീരുമാനം നീ ഇന്ന് എടുക്കേണ്ടതാണ്. എപ്പോഴാണോ ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നത്, ആദ്യം അവനത് ചൊവ്വായി തോന്നാം, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. നിന്റെ നോട്ടത്തിൽ നിനക്കത് നല്ലതായി തോന്നുന്നു, നീ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനം വളരെ ഭയാനകമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നു, നിന്റെ വിചാരങ്ങൾ ഒരു വീട് വയ്ക്കണമത്രേ ഉള്ളൂ. അതുപോലെ നിന്റെ വിചാരങ്ങൾ വിദേശത്ത് പോയി ജോലി സമ്പാദിക്കണം. നിന്റെ വിചാരങ്ങൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിക്കണം. നിന്റെ വിചാരങ്ങൾ ഈ ലോകത്തിൽ കുറെ വസ്തുവകകൾ സമ്പാദിച്ചു കൂട്ടണം. എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങൾ ആകാശത്തിൽ നിന്ന് ഭൂമി എത്രമാത്രം ഉയർന്നിരിക്കുന്നു, അത്ര ഉയർന്ന ചിന്തകളാണ്. ലോത്ത് തന്റെ ഇഷ്ടപ്രകാരം സോദോം ഗൊമോറ തിരഞ്ഞെടുക്കാനിടയായി. എന്നാൽ അബ്രഹാം എന്താണ് ചെയ്തത്? നീ എന്തു നൽകിയാലും ഞാനത് സ്വീകരിക്കാം. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന്, ദൈവമേ നീ എനിക്ക് അത് നൽകൂ ഇത് നൽകൂ എന്ന് പറയാതെ നീ എന്തു നൽകിയാലും ഞാൻ സ്വീകരിക്കാമെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? നാം ചോദിക്കുന്നത് ഒരുപക്ഷെ ചെറിയ കാര്യങ്ങളായിരിക്കാം,
എന്നാൽ അവൻ നൽകുന്നത് വൻ കാര്യങ്ങൾ ആയിരിക്കാം. അബ്രഹാമിനെ നോക്കി ദൈവം പറയുകയാണ്, നീ തല പൊക്കിയിട്ട് ആ മൂലയിലേക്ക് നോക്കൂ, അവിടെയുള്ള മുറി ഞാൻ നിനക്ക് നൽകാമെന്നാണോ പറഞ്ഞത്? ഈ മൂലയ്ക്കുള്ള ബിൽഡിംഗ് തരാമെന്നാണോ പറഞ്ഞത്? ആ ഫ്ളാറ്റിലെ 3-ാം നിലയിലെ മുറി തരാമെന്നാണോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിന്റെ കണ്ണുയർത്തിയിട്ട് നീ ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കൂ. എവിടെ നോക്കാനാണ് പറഞ്ഞത്? എങ്ങോട്ട് നോക്കാനാണ് പറഞ്ഞത്? NEWS എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ദൈവം നിനക്ക് എന്ത് നൽകാമെന്നാണ് പറഞ്ഞത്? എന്താണ് നൽകാമെന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കൂ, അത് നിന്റേതാണ്. അവിടേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. കണ്ണുയർത്തി നീ കാണുന്നതൊക്കെയും നമുക്ക് വായിക്കാം. നോക്കുക, നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, ശ്രദ്ധിക്കുക, നിന്റെ സന്തതിക്കും 3 വർഷത്തിന് നൽകാമെന്നാണോ പറഞ്ഞത്? ലീസിന് നൽകാമെന്നാണോ പറഞ്ഞത്? 9 വർഷത്തിന് ലീസിന് നൽകാമെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് ശാശ്വതമായിട്ട്. ദൈവം തന്നാൽ അത് എന്നേക്കുമുള്ള അനുഗ്രഹമാണ്. അവൻ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമാണ്. അവൻ നമുക്ക് നൽകുന്നത് ടെമ്പററി ആയിട്ടുള്ളതല്ല, അവൻ നമുക്ക് നൽകുന്നത് ശാശ്വതമായിട്ടുള്ളതാണ്. യുഗയുഗങ്ങളായി, തലമുറയായിട്ട് അവനോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം അവൻ നമുക്ക് നൽകും. നീ ഇഷ്ടപ്പെടുമ്പോൾ അല്പം മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, എന്നാൽ ദൈവം ധാരാളമായി നിനക്ക് നൽകും. നിന്നെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി പറയൂ. നീ പോകാൻ പറയുന്നിടത്തേക്ക് ഞാൻ പോകാം, നീ താമസിക്കാൻ പറയുന്നിടത്ത് ഞാൻ താമസിക്കാം, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, നിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കാമെന്ന് നീ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അതുപോലെ നീ അനേകർക്ക് അനുഗ്രഹമായി തീരും. നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, അനേകർക്ക് അനുഗ്രഹമായി നിന്നെ മാറ്റാം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ശപിക്കുമെന്നും അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു. ഈ കാലത്ത് ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ പദ്ധതി എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ഒരു സഭയായി, ഒരു കുടുംബമായി, ഒരു വ്യക്തിയായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശം എത്ര ഉയർന്നിരിക്കുന്നു അത്രമാത്രം ഉന്നതമായിരിക്കുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കാം 1 പത്രോസ് 4:1-2 വാക്യങ്ങൾ. ശ്രദ്ധിക്കുക. 2-ാം വാക്യം വായിക്കാം. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ജീവിക്കേണ്ടത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാരാംശം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു കാണിച്ചു തന്നത് എന്റെ ഇഷ്ടം അല്ല, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ ദൈവമേ. നിനക്കിഷ്ടമായിരിക്കുന്നത് എന്താണ്? നീ TV കാണുന്നത് മതിയാക്കുക, നിന്റെ സെൽഫോൺ നീ എടുത്ത് കളയുക. നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ ദൈവമേ, എന്നാൽ ഇത് മാത്രമില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യർ ലൗകിക വിഷയങ്ങളിൽ അടിമകളായി മാറുന്നു. എന്റെ ഹിതമല്ല, നിന്റെ ഹിതം മതി എന്ന് പറയുന്നത് എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥമായും നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ഉപേക്ഷിക്കുമ്പോഴാണ് നീ ഭാഗ്യവാനാകുന്നത്. യെഹെസ്കേലിനോട് പറഞ്ഞു, യെഹെസ്കേലേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ മരിച്ചുപോയാ നീ കരയാൻ പാടില്ല. എന്താണ്? ഭാര്യ മരിച്ചാൽ കരയാൻ പാടില്ലെന്നോ? ആഹാ, എന്താണ് കർത്താവേ? നിന്റെ സേവ ചെയ്യുമ്പോൾ അതാണ്. എന്റെ സങ്കടം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ സങ്കടപ്പെടണം. എന്റെ വിഷമം നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ, എന്റെ ദുഃഖം നിനക്ക് അറിയണമെങ്കിൽ, ഹോശയെ, നീ ചെന്നിട്ട് ഒരു വേശ്യയെ കല്യാണം കഴിക്കൂ. അവൾ നിന്നെ വിട്ടിട്ട് പോകും, അവളോട് പിറകെ ചെന്ന് അപേക്ഷിക്കുക. എന്താണ് കർത്താവേ അങ്ങ് പറയുന്നത്? അതെ, എന്റെ സ്നേഹം നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, എന്റെ സഹനം നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുക. അപ്പോൾ ആ സങ്കടത്തോടുകൂടി, ആ അനുഭവത്തോടുകൂടി എന്റെ സ്നേഹത്തെ ജനത്തിനോട് വിളിച്ചു പറയൂ, എന്റെ സ്നേഹത്തെ ജനത്തിന് പ്രകടിപ്പിക്കൂ. വെറുതെ പ്രസംഗങ്ങൾ ചെയ്യുന്ന അനേകം ആളുകളെ കാണാം. ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ് ആ പ്രസംഗങ്ങൾ, ഹൃദയത്തിൽ നിന്ന് അല്ല, അകത്തിൽ നിന്ന് അല്ല. അത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് അല്ല, അത് പരിജ്ഞാനത്തിൽ നിന്ന് അല്ല. അതുകൊണ്ടാണ് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പിന്നെ പറയും എനിക്ക് പോലും അറിയില്ല എന്താണ് പറഞ്ഞതെന്ന്. അതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനം ഹൃദയത്തിൽ നിന്ന് വരണം,
ഹൃദയത്തിൽ നിന്ന് വന്നെങ്കിലേ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കഴിയൂ. പ്രസംഗങ്ങൾ ചെയ്യുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാൻ കഴിയുന്നതായ വ്യക്തികൾ, അനുഭവത്തിലൂടെ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറണം. നീ എന്തു തന്നെ പറഞ്ഞാലും, എനിക്കത് എത്ര ഇഷ്ടമായാലും അത് ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരിക്കലും തള്ളപ്പെട്ടു പോകില്ല. നീ ലോകത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാറ്റിനേക്കാൾ 100 ഇരട്ടി പ്രതിഫലം ദൈവം നിനക്ക് ഇതിലൂടെ നൽകും. ഈ ദിവസം മുതൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ്. യേശുക്രിസ്തുവിന് എന്താണ് ഇഷ്ടം? പാപം അവന് ഇഷ്ടമല്ല. അവൻ പാപത്തെ വെറുക്കുന്നവനാണ്, അനീതിയെ വെറുക്കുന്നവനാണ്, ദുഷ്ടതയെ വെറുക്കുന്നവനാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്ന് വിശുദ്ധമായ സ്ഥലത്ത് വസിച്ചിരുന്ന അവന് ഭൂമിയിലേക്ക് വരുക എന്നത് ഇഷ്ടമുണ്ടായിരുന്ന കാര്യമല്ല. ആർക്കെങ്കിലും നിന്ന വഹിക്കണമെന്നുണ്ടെങ്കിൽ, മുഖത്ത് തുപ്പൽ ഏൽക്കണമെന്നുണ്ടെങ്കിൽ, അപമാനിക്കപ്പെടുന്നത്, അടി വഹിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുത്തുന്നത് എല്ലാം ഇഷ്ടമായിരിക്കുന്ന കാര്യമെന്നാണോ? ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ യേശു കർത്താവ്, നിനക്ക് വേണ്ടി ഞാൻ അപമാനം വഹിക്കാം മോനെ, പിതാവേ ഞാൻ നിന്റെ ഇഷ്ടം നിറവേറ്റാം. ഈ മനുഷ്യ ജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ പാപത്തെ, അവരുടെ അപമാനത്തെ, അവരുടെ നിന്ദകളെ, അവരുടെ ശാപത്തെ, ഈ പാത്രത്തിലിരിക്കുന്ന ഈ വിഷത്തെ, ഈ കയ്പിനെ, ഈ കഷ്ടതയെ ഞാൻ വഹിക്കാം. നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റാമെന്ന് കർത്താവ് പറയുകയുണ്ടായി. സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നതെന്ന് അവൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ ലോകത്തിലേക്ക് വന്നത്? നീ ഈ ലോകത്തിലേക്ക് എന്തിനാണ് വന്നത്? എന്തിനാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്, ദൈവത്തിനൊരു ഹിതമുണ്ട്. നാം ചെയ്യേണ്ടത് ഇതാണ്: മനുഷ്യന്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കണം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ് നിറവേറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ കർത്താവിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് മതി. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ നയിച്ച ജീവിതം ഞങ്ങൾക്ക് മതി. ആ കണ്ണുനീരും, ആ ദുഃഖവും, ആ സ്വാർത്ഥതയും, ദേഷ്യവും, ആ അനീതിയും, ആ അശുദ്ധിയും, അന്യായമായി ഞങ്ങൾ ജീവിച്ചതെല്ലാം ഞങ്ങൾക്കിപ്പോൾ മതി കർത്താവേ. ആ ചിന്തകൾ, ആ ദുശീലങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് മതി കർത്താവേ. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണം. വിശുദ്ധിയോടെ ജീവിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അനേക കാര്യങ്ങൾ കർത്താവിനു വേണ്ടി ഉപേക്ഷിച്ചിട്ട് യേശുവിലേക്ക് തിരിയുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. എന്നെ കേൾക്കുന്നതായ എല്ലാ വിശ്വാസികളും തങ്ങളുടെ ഇഷ്ടങ്ങളെ, തങ്ങളുടെ ആലോചനകളെ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ട് നിന്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായി ഇനിയുള്ള കാലം ജീവിക്കുന്നതിന് വേണ്ടി അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. നിന്റെ നീതിയെ അന്വേഷിക്കുന്നതിനായി, നിന്റെ ഹിതപ്രകാരം ഞങ്ങൾക്കെല്ലാവർക്കും ജീവിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ